നമസ്കാരം. അധികാരത്തിലെത്തിയതിനു പിന്നാലെ ഇന്ത്യ വിരുദ്ധ നിലപാട് കർശനമാക്കുകയും ചൈനയോട് ചായുകയും ചെയ്ത മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസ് സ്വരം മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്ത്യ മാലിദ്വീപിന്റെ അടുത്ത സഖ്യകക്ഷിയായി തുടരുമെന്നും ദ്വീപ് രാഷ്ട്രത്തിനുള്ള കടാശ്വാസം തുടരുമെന്നുമാണ് മുയിസ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം അവസാനത്തോടെ $40.9 കോടി കടബാധ്യതയാണ് ഇന്ത്യയുമായി ദ്വീപിനുള്ളത്. ഇതിലാണ് ആശ്വാസം തേടിയിരിക്കുന്നത്. പ്രാദേശിക മാധ്യമമായ മിഹാരുവിന് നൽകിയ അഭിമുഖത്തിലാണ് മുയിസ് നിലപാട് മാറ്റിയത്. മാലിദ്വീപിന് സഹായം നൽകുന്നതിൽ ഇന്ത്യ നിർണായക കക്ഷിയാണ്. അവർ ഒട്ടേറെ പദ്ധതികളും രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. മാലിദ്വീപിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇന്ത്യ തുടരുമെന്ന കാര്യത്തിൽ ചോദ്യമേ ഉദിക്കില്ലെന്നാണ് മുയിസ് പറഞ്ഞത്. കഴിഞ്ഞ നവംബറിൽ പ്രസിഡന്റായി അധികാരത്തിലെത്തിയ ശേഷം ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകുന്ന ആദ്യ അഭിമുഖമാണിത്. മുയിസുവിന്റെ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞത്. മാലിദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് മുയിസ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാലിദ്വീപിലെ 3 മന്ത്രിമാർ അധിക്ഷേപം ചൊരിഞ്ഞതും ബന്ധം വഷളായി. പരമ്പരാഗതമായി മാലിദ്വീപ് ഭരണാധികാരികൾ സ്വീകരിച്ചതുപോലെ അധികാരമേറ്റാൽ ആദ്യം ഇന്ത്യ സന്ദർശിക്കുക എന്ന കീഴ്വഴക്കവും മുയിസ് തെറ്റിച്ചു. UAE സന്ദർശനത്തിന് പിന്നാലെ ചൈനയിലെത്തിയ മുയിസ് അവരുമായി ഒട്ടേറെ വിഷയങ്ങളിൽ നിർണായക കരാറുണ്ടാക്കി. ഏറെ ചർച്ചകൾക്കു ശേഷം മെയ് 10 മുഴുവൻ സൈനികരെയും പിൻവലിക്കാൻ ഇന്ത്യയുമായി ധാരണയിലെത്തി. ഇന്ത്യൻ സൈനികരിലെ ആദ്യ സംഘം മാലിദ്വീപിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. തുടർന്നാണ് മുയിസുവിന്റെ ചുവടുമാറ്റം. ഏപ്രിൽ പാർലമെന്റ് തെരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണിത്. ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം അനിവാര്യമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറുദ്വീപ് രാജ്യമായ മാലിദ്വീപിന് മുൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം സോഹലിന്റെ കാലത്ത് എക്സിം ബാങ്കിൽ നിന്നും $14 ലക്ഷം വായ്പയാണ് മാലിദ്വീപ് സ്വീകരിച്ചത്. അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആശങ്ക പ്രകടിപ്പിച്ച് മുൻ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് രംഗത്തെത്തിയിരുന്നു. പുതിയ നയങ്ങൾ മാലിദ്വീപിനെ മോശമായി സ്വാധീനിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ത്യയിലാണ്. എനിക്ക് വളരെ ആശങ്കയുണ്ട്. മാലിദ്വീപിലെ ജനത്തോട് ക്ഷമിക്കണം. ഇത് സംഭവിച്ചതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ഞങ്ങൾ ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നു. അവരുടെ അവധിക്കാലത്ത് മാലിദ്വീപിലേക്ക് വരൂ. ഞങ്ങളുടെ ആതിഥ്യ മര്യാദയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നായിരുന്നു നഷീദിന്റെ പ്രസ്താവന. ഏതായാലും വൈകിയാണെങ്കിലും മുഹമ്മദ് മുയിസിന് ബോധമുദിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.